അതേസമയം മധ്യ കേരളത്തിൽ ഇപ്പോൾ മഴ പിൻവാങ്ങി നിൽക്കുകയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. വൃഷ്ടിപ്രദേശത്തെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഭൂതത്താൻകെട്ട് ഡാമിന്റെ 13 ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയാണ്. തീരദേശങ്ങളിൽ കടലാക്രമണം തുടരുകയാണ്. നിഷ ചേരുന്ന വിവരങ്ങളുമായി. നിഷ, ഒരല്പസമയത്തേക്ക് ഒരു ആശ്വാസം എന്ന് കരുതാൻ മാത്രമേ ഈ കാലവർഷക്കാലത്ത് കഴിയുകയുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ മഴ ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കുന്നത് ഒരു ആശ്വാസവുമാണ്. എന്താണ് വിവരങ്ങൾ? വീണ, മധ്യ കേരളത്തിൽ മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ എറണാകുളത്ത് മഴ പെയ്യുന്നില്ല. മധ്യ കേരളത്തിലെ പല ജില്ലകളിലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ. എറണാകുളം നഗരത്തിലൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇടവിട്ട് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നതൊഴിച്ചാൽ വലിയ മഴയൊന്നും മധ്യ കേരളത്തിലില്ല. പ്രത്യേകിച്ചും എറണാകുളം നഗരത്തിലൊന്നും മഴ പെയ്യുന്നില്ല. തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ 13 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്തെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ 13 ഷട്ടറുകൾ തുറന്നത്. ഒപ്പം മലങ്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിൻ്റെ 3 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. മൂവാറ്റുപുഴയാർ, തൊടുപുഴയാർ എന്നിവയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഇനി തീരദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. കാരണം വാവ് ദിവസങ്ങളാണ്, അതുകൊണ്ട് തന്നെ ശക്തമായ വെയിലേറ്റമുണ്ട്. ഏതാണ്ട് 11 മണി മുതൽ 4 മണി വരെ ശക്തമായ വെയിലേറ്റമാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ കണ്ണമാലിയിലും ഷിറായിലും ഒക്കെ വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടായിരുന്നു. വൈപ്പിനിലൊക്കെ വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടായിരുന്നു. 11 മണി മുതൽ ഈ കടൽ വളരെ ശക്തമായി തന്നെ ഈ പ്രദേശവാസികളുടെ വീടുകളിലേക്കും ഒപ്പം തന്നെ പരിസരങ്ങളിലേക്കും ഒക്കെ ഒഴുകിക്കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ ഇന്നലെ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ശക്തമായ കടലുണ്ട്. വാവ് ദിവസമായതുകൊണ്ട് ഇന്നും അതേ അവസ്ഥ തന്നെ തുടരും. എന്തായാലും രാവിലെ 11 മണി മുതൽ 4 മണി വരെ ശക്തമായ വെയിലേറ്റത്തിൽ തീരദേശവാസികളുടെ ജീവിതം ദുരിതത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയണം. എന്തായാലും മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. മധ്യ കേരളത്തിലെ പല ഇടങ്ങളിലും മഴയില്ല. എങ്കിലും തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം കടലാക്രമണമുണ്ട്. വാവ് ദിവസങ്ങളിലെ കടലാക്രമണം ഇന്നും തുടരും. മഴ മാറി നിൽക്കുന്നുണ്ട്. മലയോര മേഖലകളിൽ മാത്രമാണ് ചെറിയ രീതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്നത്. വീണ. ഓക്കെ, ശരി നിഷ.